الحمد لله الحمد لله اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. فقال الله عز وجل في القرآن الكريم: كل نفس ذائقة الموت. ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിൽ അത്ഭുതം നിന്നുള്ള നിനക്കില്ലേ. ലോകമടക്കി ഭരിച്ചവരല്ലേ, പിടിമണ്ണ് വാരിയെറിഞ്ഞത് അത്ഭുതമല്ലേ. ഏറ്റവും ബഹുമാനാദരം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ മുതഅല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, മരണത്തെക്കുറിച്ച് നാം ഓർക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നാം ഓരോരുത്തരുടെ മേലും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ഈ ഭൂലോകത്തൊക്കെ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അവനക്ക് 2 ജീവിതമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഉമ്മയുടെ ഗർഭാശയം മുതൽ മരിച്ചു കുഴിമാടത്തിലേക്ക് പോകുന്നത് വരെയുള്ള ദുന്യവിയായ ജീവിതവും അതിനുശേഷമുള്ള ഉഖ്റവിയായ ജീവിതവുമാണ് അല്ലാഹു ഒരു മനുഷ്യനെ കണക്കാക്കി വെച്ചിട്ടുള്ള 2 ജീവിതം. അതുകൊണ്ട് തന്നെ ദുന്യവിയായ ജീവിതം എന്നുള്ളത് ഉഖ്റവിയായ ജീവിതത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛമാണ്, വളരെ തുച്ഛമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഖുർആനിലൂടെ പറയുകയാണ്: അമൽ ഹയാത്തി ദുനിയാ ഇല്ലാ ഖലീൽ. ദുന്യവിയായ ജീവിതം ഉഖ്റവിയായ ജീവിതത്തെക്കാൾ ഇല്ലാ ഖലീൽ, തുച്ഛമല്ലാതെയല്ല. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും ആലോചിക്കണം, നമ്മൾ ഈ ദുനിയാവിൽ കാട്ടിക്കൂട്ടുന്നതായ എല്ലാവിധ കോപ്രായങ്ങളും എല്ലാവിധ തോന്നിയാസങ്ങളും ഇതെല്ലാം ഒരു നിമിഷത്തേക്ക് നമ്മൾ ഇല്ലാണ്ടായിട്ട് ഈ ലോകത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ ഉഖ്റവിയായ ജീവിതമാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം എങ്ങോട്ടാണ് ധൃതി പിടിച്ചു പായുന്നത്? നാം ഓരോരുത്തരും ചിന്തിക്കും, മുഅ്മിനേ ചിന്തിക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുകയാണ്: വമൽ ഹയാത്തി ദുനിയാ ഇല്ലാ ലഅബുൻ വലഹബ്. അല്ലാഹു ഓരോ മുസ്ലിമിനും മനസ്സിലേക്ക് ഓരോന്ന് ഇട്ടു തരികയാണ്. എന്താണ് പറയുന്നത് അല്ലാഹു? വമൽ ഹയാത്തി ദുനിയാ ഇല്ലാ ലഅബുൻ വലഹബ്. ദുനിയവിയായ ജീവിതം തമാശയും രസകരമായിട്ടല്ലാതെയല്ല. സാധാരണ ഒരു മനുഷ്യൻക്കുള്ള തമാശയും മറ്റു രസങ്ങളുമാണ് ദുനിയാവ് എന്നുള്ളത്. ആ ദുനിയാവിനെ ചെലവഴിക്കേണ്ടത് എത്രമാത്രം എന്ന് വെച്ചാൽ നല്ലതായ രൂപത്തിൽ ഉഖ്റവിയായ ജീവിതത്തിന്റെ ഉപകാരപ്രദമാവുന്ന രീതിയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്: നബിയേ, അങ്ങേക്കുമുള്ള എല്ലാവരെയും ഈ ജീവിതം നശ്വരമായിട്ടാണ്, ശാശ്വതമായിട്ട് ആർക്കും കൊടുത്തിട്ടില്ല. അല്ലാഹു നബി തങ്ങളോട് പറയുകയാണ്, മറ്റൊരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളോട് പറയുകയാണ്: കും ഫിദ് ദുനിയ ഇന്നക മയ്യിതു വ ഇന്നഹും മയ്യിതൂൻ. നബിയേ, അങ്ങ് ഈ ഭൂലോകത്ത് മരണപ്പെടുന്നവരാണ്, വിട്ടുപിരിയുന്നവരാണ്. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും ഈ ലോകത്ത് നിന്ന് വിട്ടുപിരിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളോട് പറയുമ്പോൾ നാം എല്ലാവരും ചിന്തിക്കണം മുഅ്മിനേ, ചിന്തിക്കു മുഅ്മിനേ. നാം ഇന്നല്ലെങ്കിൽ നാളെ നാം ഖബറിൽ കിടക്കേണ്ടവരല്ലേ? ഇനി എന്തിനാണ് നമ്മുടെ ഈ അഹങ്കാരം, മറ്റുള്ള തോന്നിയാസങ്ങൾ? മരണം ചെരുപ്പിന്റെ വാരനോളം അടുത്തതാണെന്ന് മുത്തുനബി നമ്മെ പഠിപ്പിച്ചതല്ലേ?
ഒരിക്കൽ ഒരു ദിവസം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് നബി തങ്ങൾ പറയുകയാണ്, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ്. ഓ ഇബ്നു ഉമറേ, നീ ദുനിയാവിൽ ഒരു വിദേശിയെ പോലെ ആവുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവിൽ നീ ഒരു വിദേശിയെ പോലെ ആവുക, അല്ലെങ്കിൽ ആബിറു സബീൽ, ഒരു വഴിയാത്രക്കാരനെ പോലെ ആവുക എന്ന് പറയുകയാണ്. വകുല്ലു നഫ്സും ഫി അസ്ഹാബിൽ ഖുബൂർ. സഹാബത്തിന്റെ മരിച്ചവരുടെ കൂട്ടത്തിൽ കണക്കാക്കപ്പെടും. അതാണ് നാം എല്ലാവരും ചിന്തിക്കേണ്ടത്. നമ്മൾ എല്ലാവരും ഒരു വഴിയാത്രക്കാരെ പോലെയാണ് ഈ ദുനിയാവിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മരണത്തെ എല്ലാ സമയങ്ങളിലും നാം ചിന്തിക്കേണ്ടതാണ്. തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൂഹ് പിടിച്ച സമയത്ത് നബി തങ്ങൾ അവിടുന്ന് അസ്രായീലിനോട് പറയുകയാണ്, യാ അസ്രായീലേ, ഒന്ന് മെല്ലെ പിടിക്കണേ അസ്രായീൽ. ആ സമയത്ത് അസ്രായീൽ അവിടുന്ന് മുത്തുനബിയോട് കരഞ്ഞുകൊണ്ട് വിതുമ്പിക്കൊണ്ട് പറയുകയാണ്, മുത്തുനബിയേ, ഇത്രയും ലളിതമായ രൂപത്തിലല്ലാതെ എനിക്ക് റൂഹ് പിടിക്കാൻ അറിയില്ല. മുഅ്മിനീങ്ങളെ, നാം ചിന്തിക്കണം, എത്രമാത്രം പ്രയാസകരമായിട്ടാണ് മരണം നമ്മെ പിടികൂടുന്നത്. നാം എല്ലായ്പ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. നാം എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മരണം എന്നുള്ളത്. ജീവിതത്തിൽ എല്ലാ സമയങ്ങളും മരണത്തെ ഓർക്കണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതല്ലേ? മുത്തുനബി നമ്മൾ പഠിപ്പിച്ചതല്ലേ? അതുപോലെ തന്നെ മരണത്തിന് മുമ്പുള്ളതായ മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും നാം എല്ലാവരും ഒരുക്കേണ്ടതാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടുകൾ, വാക്കാലോ പ്രവൃത്തിയാലോ ഉള്ള മറ്റു പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നബി തങ്ങൾ കാണിച്ചതുപോലെ നബി തങ്ങൾക്ക് അസുഖം ബാധിച്ച സമയത്ത്, പള്ളിയിലേക്ക് പോലും വരാൻ പറ്റാത്ത സമയത്ത്, വീട്ടിലിരിക്കുന്ന സമയത്താണ് സ്വഹാബത്തിന് വേണ്ടിയിട്ട് നബി തങ്ങൾ പള്ളിയിലേക്ക് പോയിക്കൊണ്ട് മിമ്പറിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സ്വഹാബത്തിനോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ വാക്കാലോ പ്രവൃത്തിയാലോ എന്തെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതിന് പരിഹാരം കിട്ടാനായി നിങ്ങൾക്ക് അതിന് പരിഹാരം ചെയ്യാം. അപ്പോൾ അവിടുന്ന് സ്വഹാബത്ത് വിതുമ്പിക്കൊണ്ട് അമ്പരക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം മുഅ്മിനീങ്ങളെ, നബി തങ്ങളുടെ മരണം അടുക്കുന്ന സമയത്താണ് നബി തങ്ങൾ എല്ലാ രൂപത്തിലും കുടുംബക്കാരെ പോയി സന്ദർശിച്ചു. മഖബറയിൽ മറവിട്ട് കിടക്കുന്ന ആളുകളെ പോയി സന്ദർശിച്ചു, ദുആ ചെയ്തു. എല്ലാ പൂർണ്ണമായ ശരിയായ രൂപവും മരണത്തെ എങ്ങനെ നാം മുന്നിൽ കാണണമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതല്ലേ? മരണം ഏത് സമയത്തും നമ്മെ പിടികൂടുന്നതാണ്. അതിനാൽ തന്നെ നാം സ്വത്തുകാരനാണെങ്കിൽ മറ്റു സ്വത്തില്ലാത്ത ആളാണെങ്കിലും ഈ ഒരു നിമിഷം ഇതെല്ലാം തകർന്നു പോകുമെന്ന ചിന്ത നാം എല്ലാവരുടെയും ഉള്ളിലുണ്ടെങ്കിൽ അവനക്ക് ദുനിയാവിനെ അവർക്ക് ആവശ്യമില്ല. ആഖിറത്തിലേക്ക് മാത്രം അവൻ ദുനിയാവിൽ നിന്ന് ഒരുപാട് സമ്പത്ത് അവൻ ഉണ്ടാക്കും. സമ്പത്ത് എന്തുകൊണ്ട് ഉദ്ദേശിച്ചത് ഉഖ്റവിയായ ജീവിതത്തിലുള്ള ആവശ്യമുള്ള സൽക്കർമ്മങ്ങൾ. നബി തങ്ങൾ എത്ര രൂപത്തിലാണ്, ലളിതമായ രൂപത്തിലാണ് നബി തങ്ങളുടെ മരണ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ ഇവിടുന്ന് വിട പറയാനും അതുപോലെ തന്നെ ഉഖ്റവിയായ ജീവിതം മനോഹരമാവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണം ഒരു വിളിപ്പാടയില്ല എന്നുള്ള ഈ വിഷയത്തെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ സംസാരിക്കാനുണ്ട്. കൂടുതലായി ഞാൻ എന്റെ വാക്കുകളൊന്നും പരത്തി പറയുന്നില്ല. മരണം ഏതൊരു മനുഷ്യനെയും പിടികൂടുന്നതാണ്. അത് ഒളിച്ചോടി നടന്നാലും കാര്യമില്ല. എവിടെയാണോ അവൻ പൊന്തുന്നത് അവിടെ മരണമുണ്ടാവും. അസ്രായീൽ അലൈഹിസ്സലാമിനെ ഈ പണിക്ക് ഏൽപ്പിച്ചപ്പോൾ അസ്രായീൽ അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുവേ, ആളുകൾ എന്നെ തെറ്റിദ്ധരിക്കില്ലേ, എന്നെ ശപിക്കില്ലേ ചോദിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞത് അതിനുള്ള മരണത്തിലുള്ള കാരണം ഞാൻ കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മരണം ഏത് സമയത്തും ഏത് കാരണങ്ങളാലും വരാൻ സാധിക്കും. അതുകൊണ്ട് മുഅ്മിനായിക്കൊണ്ട് ജീവിച്ച് മുഅ്മിനായിക്കൊണ്ട് മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.
വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.